ഈ സന്ദർഭത്തിൽ നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നാം കേൾക്കുകയും പറയുകയും അനുസ്മരിക്കുകയും ഓർക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗ നിർഭരമായ ജീവിതത്തെക്കുറിച്ചാണ്. ആ ജീവിതത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പരിശുദ്ധമായ ഹജ്ജും ബലിപെരുന്നാളും ഉദ്ഹിയയും ഇങ്ങനെ ഒട്ടനവധി കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തി ഇബ്രാഹീമി പാരമ്പര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ മാർഗത്തെ പിൻപറ്റി ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ പുതുക്കി പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിച്ചവരാണ് നാം എല്ലാവരും. എന്നാൽ ഈ ഒരു പ്രതിജ്ഞയും ഈ ത്യാഗ മനോഭാവവും നമ്മുടെ കർമ്മമണ്ഡലത്തിൽ പ്രാവർത്തികമായി എത്രത്തോളം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആധുനിക വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടൊന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ഇസ്ലാം ഇത്രത്തോളം വ്യാപകമായി പുരോഗതിയിലേക്ക് ഉന്നതിയിലേക്ക് എത്തിയ ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിൽ ഇന്ന് ഇസ്ലാം ലോകത്ത് പുരോഗതിയിൽ അത്യുന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ പരിശോധിക്കുകയാണെങ്കിൽ മുൻപ് കാലങ്ങളിലേക്കാൾ അധികമായി ഇന്ന് ഇസ്ലാമിക പ്രബോധന പഠന പ്രവർത്തനങ്ങളൊക്കെ വ്യാപൃതമായി കൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി നമ്മുടെയൊക്കെ നാടുകളിൽ പള്ളികൾ, മദ്രസകൾ, ദറസുകൾ, അറബി കോളേജുകൾ, ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ ഇസ്ലാമിക പഠനത്തിന് എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്കിന്ന് സുലഭമായി വിശിഷ്യ നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ്. എന്ന് മാത്രമല്ല, നാമൊക്കെ ഇന്ന് പുരോഗതി കൈവരിച്ച് എത്രത്തോളം നമ്മുടെ കൈവിരൽ തുമ്പിലിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിജ്ഞാന ശാഖകളെയും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ കൈവിരൽ തുമ്പിൽ നമുക്കിന്ന് ലഭ്യമാണ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആവട്ടെ ഹദീസിൻ്റെ ആകട്ടെ മറ്റ് ഇസ്ലാമിക വിജ്ഞാന ശാഖകളൊക്കെ വളരെ സസൂക്ഷ്മമായി ചർച്ച ചെയ്യപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നമ്മുടെ കൈവിരൽ തുമ്പിൽ നമ്മുടെ ഭാഷയിൽ നിന്ന് ലഭ്യമാണ്. ഇങ്ങനെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ലോകത്തിന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കെ, അതുപോലെ പള്ളികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ വിശിഷ്യ കേരളത്തിൽ ഇന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മുഗൾ രാജവംശത്തിൻ്റെ ചാതുര്യപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് പള്ളികൾ, പള്ളി മിനാരങ്ങൾ, ഗോപുരങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മദ്രസ സംവിധാനങ്ങൾ വ്യവസ്ഥാപിതമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇസ്ലാമിക പുരോഗതി ഒരു ഭാഗത്ത് നാം കൈവരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാം മുമ്പ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഇസ്ലാമിക പഠന പ്രബോധന പ്രവർത്തന മേഖലകളൊക്കെ നാം ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് നാം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇസ്ലാമികമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികവൽക്കരിച്ചിട്ടുണ്ട് എന്ന് നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. ഒരു ഭാഗത്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ, ഇബാദത്ത് ചെയ്യുന്നതിൽ, നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലും, നോമ്പനുഷ്ഠിക്കുന്നതിലും, അതുപോലെ തന്നെ സക്കാത്തോ ഹജ്ജിലോ ഒക്കെ ഒരുപാട് നാം കർമ്മങ്ങളിൽ മുമ്പോട്ട് പോയിട്ടുണ്ട്.
മുമ്പുള്ള കാലത്തേക്കാൾ അധികമായി ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ വ്യാപൃതമായിട്ടുണ്ട്. എന്നാൽ മറുഭാഗത്ത് നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ തെറ്റുകുറ്റങ്ങളിൽ പാവങ്ങളിൽ വ്യാപൃതമാകുന്നതിൽ നമ്മുടെ സമൂഹം വളരെ മുമ്പോട്ട് പോയ ഒരു കാലഘട്ടമാണിത്. ഒരു ഭാഗത്ത് ഇസ്ലാമിക ചിഹ്നങ്ങളുടെയും പഠനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് തിന്മകൾ ചെയ്യുന്നതിൽ, തെറ്റുകുറ്റങ്ങളിൽ, പാപങ്ങളിൽ, ദോഷങ്ങളിൽ, സംസ്കാര ശൂന്യതയിൽ, മൃഗതുല്യമായ ജീവിതത്തിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മറുഭാഗത്ത് നമുക്ക് ലോകത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. എത്രത്തോളം തെറ്റുകുറ്റങ്ങൾ ലോക ചരിത്രത്തിൽ മുമ്പ് നാം ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ മനുഷ്യനിന്ന് മദ്യപാനത്തിനും ലഹരിക്കും മറ്റ് ധൂർത്തിനും ചൂതാട്ടങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് എത്രത്തോളം പൈശാചികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ, ഒരു മൃഗം പോലും ലജ്ജിക്കുന്ന രീതിയിൽ പൈശാചികതയിൽ മനുഷ്യനിന്ന് മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും നാം കേൾക്കുന്നു, മുസ്ലിം നാമധാരികൾ ഇന്ന് ഏതൊരു തെറ്റുകുറ്റങ്ങൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം നാമധാരി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കൊലപാതകങ്ങളുടെ ലിസ്റ്റ്, അതുപോലെ തന്നെ ലഹരി ഉപയോഗങ്ങളുടെയും ലഹരി കച്ചവടങ്ങളുടെയും അശ്ലീലതയുടെയും അനാശാസ്യത്തിൻ്റെയും എല്ലാവിധ ദുർപ്രവർത്തികളുടെയും ലിസ്റ്റ് നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, മുസ്ലിം നാമധാരികൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഈ തെറ്റുകുറ്റങ്ങളോട് നമുക്ക് ആഗ്രഹങ്ങളും അഭിവാഞ്ഛയും കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽപ്പെട്ട നമ്മുടെ മുസ്ലിം നാമധാരികൾ, മുസ്ലിം സഹോദരങ്ങൾ സ്വന്തം മാതാവിനെ പോലും കൊല ചെയ്യാൻ മടിക്കാത്തൊരു കാലഘട്ടം, സ്വന്തം പിതാവിനെ പോലും കൊല ചെയ്യാൻ മടിക്കാത്തൊരു കാലഘട്ടം, സാഹോദര്യ, ഭാര്യ, ഭർത്തൃ, കുടുംബ ജീവിത ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയും ആരെയും കൊല്ലാനും കുഴിച്ചു മൂടാനും ഏതൊരു ദുർവൃത്തിയിൽ മുമ്പോട്ട് പോകാനും യാതൊരു കുറ്റബോധവുമില്ലാതെ ഈ കുറ്റകൃത്യങ്ങൾ കടിമപ്പെടുന്നവരായി നമ്മുടെ സമൂഹം എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മാറിയത്? ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു? ഒരു ഭാഗത്ത് ഇസ്ലാമിക പ്രബോധനം മുമ്പിൽ എങ്ങുമില്ലാത്ത രീതിയിൽ കൂടുതലായി നടക്കുന്നു. നമ്മുടെ കൈവിരൽ തുമ്പിൽ എത്രയോ ഭാഷയിലും രൂപത്തിലും കോലത്തിലും ഭംഗിയിലും നമുക്ക് ആസ്വാദ്യമായ രീതിയിൽ ഇസ്ലാമിക പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും ക്ലാസുകളും പഠനങ്ങളും ഒക്കെ നടക്കുമ്പോൾ മറുഭാഗത്ത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ വൻ കുറ്റങ്ങളും ദോഷങ്ങളും പാപങ്ങളും നമ്മിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഈ വൈരുദ്ധ്യം സംഭവിച്ചത് എന്ന് നാം ഒന്ന് ഗഹനമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം സംഭവിച്ചത്? തെറ്റുകുറ്റങ്ങളിൽ വ്യാപൃതമാവുകയും അതുപോലെ മറുഭാഗത്ത് ഇസ്ലാമിക പ്രബോധനങ്ങൾ വളരെ വ്യക്തമായി നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ കൺമുമ്പിൽ നാം ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. കാരണം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ അഥവാ നാം ഈ ഇസ്ലാമിനെ നമ്മുടെ ജീവിതമായി സ്വീകരിക്കുന്നതിൽ, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നതിൽ, അള്ളാഹുവിന്റെ താല്പര്യത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുന്നതിൽ അല്ലാഹു തആല ഏതൊരു ക്രമമാണോ ഈ ലോകത്ത് വെച്ചിട്ടുള്ളത് ആ ക്രമത്തെ നാം തകിടം മറിച്ചു എന്നുള്ളതാണ് ഈ ഉമ്മത്തിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഏതൊരു ക്രമമാണ് അല്ലാഹു തആല ഇവിടെ വെച്ചിട്ടുള്ളത്? പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് അല്ലാഹു തആല അവന്റെ ദീനിനെ മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വ്യവസ്ഥാപിതമായ ഒരു ക്രമം അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. എന്നാൽ ആ ക്രമത്തെ നാം ഇന്ന് പാടെ അവഗണിച്ചിരിക്കുകയാണ്. ഏതാണ് ആ ക്രമം? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ ഉണർത്തുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹു തആല വ്യക്തമായ ശക്തമായ വണ്ണമായ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്താണ് മുഅ്മിനീങ്ങളുടെ മേൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് നാം പ്രവാചകന്മാരെ നിയുക്തരാക്കി എന്നുള്ളത്.
എന്നുള്ളതാണ്. അഥവാ ലോകത്തേക്ക് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു എന്നുള്ളതാണ് മുഅ്മിനീങ്ങളുടെ മേൽ അള്ളാഹു തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. അവിടെ അവസാനിക്കുന്നില്ല. ആ പ്രവാചകന്മാർ സമൂഹത്തിൽ നിർവഹിച്ച പ്രവർത്തനം എന്താണ്? ലോകത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക ശൃംഖലയെ ഈ ലോകത്തേക്ക് അല്ലാഹു തആല നിയോഗിച്ചിട്ട് ആ പ്രവാചകന്മാർ എന്താണ് ഇവിടെ പ്രവർത്തിച്ചത്? ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ പ്രഥമ പടി എന്തായിരുന്നു? പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിന്റെ വാക്കിയായി വിശദീകരിക്കുന്നു. ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, നിങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് ഒരു പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാർ നിർവഹിച്ച പ്രവർത്തനം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകന്മാർ ആദ്യമായി നിർവഹിച്ച പ്രവർത്തനം എന്താണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അല്ലാഹുവിന്റെ ആയാത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ആസാറുകൾ, അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, നിശാനികൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് വയുസക്കീഹിം, നിങ്ങളെ ശുദ്ധീകരിക്കുക, തസ്കിയത്ത് ചെയ്യുക എന്ന പ്രവർത്തനമാണ് ലോകത്ത് ആദ്യമായി പ്രവാചകന്മാർ നിർവഹിച്ചത്. ലോകത്ത് പ്രവാചകന്മാർ ആദ്യമായി നിർവഹിച്ച പ്രവർത്തനം കുറെ കർമ്മങ്ങൾ കൽപ്പിക്കുക. നിങ്ങൾ ഇന്ന ഇബാദത്തുകൾ ലോകത്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ള കൽപ്പനകളും നിരോധനങ്ങളുമായിട്ടല്ല ലോകത്തേക്ക് പ്രവാചകന്മാർ കടന്നു വന്നത്. മറിച്ച് ആ പ്രവാചകന്മാരെ അല്ലാഹു തആല ലോകത്തേക്ക് അയച്ചത്, ആ പ്രവാചകന്മാർ ഈ സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ട് തന്റെ അനുചരന്മാരിൽ തന്നോട് ബന്ധപ്പെടുന്ന സമൂഹത്തിൽ ആ പ്രവാചകന്മാർ നിർവഹിച്ച പ്രവർത്തനം വയുസക്കീഹിം, അവരുടെ നഫ്സുകളെ ശുദ്ധീകരിക്കുക എന്ന പ്രവർത്തനമാണ് പ്രവാചകന്മാർ നിർവഹിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ ബലിപെരുന്നാളിന് സൂചിപ്പിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നഫ്സുകളുടെ മേൽ വിജയം നേടി എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുള്ളാഹി, അല്ലാഹുവിന്റെ കൂട്ടുകാരനായി മാറാനുള്ള കാരണം. എന്നാൽ നാം ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലെ മാർഗത്തെ പിൻപറ്റുന്നവരാണെങ്കിൽ നാമും നമ്മുടെ നഫ്സുകളുടെ മേൽ വിജയം നേടിയവരായി മാറണം. ഈ നഫ്സ് നമ്മോട് തെറ്റുകുറ്റങ്ങൾ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല നിരോധിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളോടൊക്കെ നമ്മുടെ ഉള്ളിൽ ശക്തമായ ആഗ്രഹമുണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും നഫ്സ്, അഥവാ നമ്മുടെ ശാരീരിക ഇച്ഛയെ നമുക്ക് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. ഈ നഫ്സുകളെ ശുദ്ധീകരിക്കുക എന്ന പ്രവർത്തനമാണ് ലോകത്ത് പ്രവാചകന്മാർ ആദ്യമായി നിർവഹിച്ചത്. എത്രത്തോളം മോശമായ ആളുകൾ സ്വന്തം ജനിച്ച കുട്ടി പെണ്ണാണ് എന്നതിൻ്റെ പേരിൽ നിർദാക്ഷിണ്യമാ സ്വന്തം ബീജത്തിൽ പിറന്ന പെൺകുഞ്ഞിനെ കുഴിയെടുത്ത് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കുഴിയെടുത്ത് കുഴിച്ചു മൂടി മണ്ണിട്ട് തിരിച്ചു വരാൻ യാതൊരു കുറ്റബോധവുമില്ലായിരുന്ന, അത് അഭിമാനമായി കണ്ട അത്രത്തോളം മോശമായിരുന്ന നഫ്സിന്റെ അടിമകളായ അറേബ്യൻ സമൂഹം തന്റെ സഹോദരന്മാർ എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും നിർദാക്ഷിണ്യം അവരുടെ കഴുത്തറക്കാൻ, ആ കഴുത്തറത്തതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നൊരു സമൂഹം തന്റെ ചുറ്റുപാടുകളെയോ സമൂഹത്തെയോ ഒന്നും പരിഗണിക്കാതെ തന്റെ സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെ നിർദാക്ഷിണ്യം പീഡിപ്പിച്ച് കുഴിച്ചു മൂടുന്നതിൽ രസം കണ്ടെത്തിയിരുന്ന, ആനന്ദം കണ്ടെത്തിയിരുന്ന, വ്യഭിചാരം ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്ന ഒരു സമൂഹം. ഇങ്ങനെ കൊള്ളയും കൊലയും ജീവിതത്തിൽ തന്റെ നിത്യ തൊഴിലായി മാറിയിരുന്ന, തന്റെ കയ്യിൽ കിട്ടുന്ന വാളിന്റെ മൂർച്ച ആദ്യം കാണുന്നവന്റെ കഴുത്തു വെട്ടി വാളിന്റെ മൂർച്ച പരിശോധിച്ചിരുന്ന നിഷ്ഠൂരന്മാരായിരുന്നൊരു സമൂഹം.
ആ സമൂഹത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട് ആദ്യമായി പ്രവർത്തിച്ച പ്രവർത്തനം എന്താണ്? അവരുടെ നഫ്സുകളെ ശുദ്ധീകരിക്കുക, മനസ്സുകളെ ശുദ്ധീകരിക്കുക എന്ന പ്രവർത്തനമാണ് നിർവഹിച്ചത്. എങ്ങനെയാണ് ശുദ്ധീകരിച്ചത്? ഏതെങ്കിലും കൃത്രിമമായ മാർഗത്തിലൂടെയല്ല, ഏതെങ്കിലും കുറുക്കുവഴികളിലൂടെയല്ല, ഏതെങ്കിലും വ്യാജ ചികിത്സകളിലൂടെയല്ല. അവരുടെ മനസ്സുകളെ ശുദ്ധീകരിച്ചത് യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കൊടുത്തുകൊണ്ട്, അല്ലാഹുവിന്റെ ആയാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, സനുരീഹിം ആയാതിന ഫീ അംഫിൽ ആഫാഖി വൽ അൻഫുസി വൽ ആഫാഖി വൽ അൻഫുസി, നിങ്ങളുടെ അൻഫുസിലും ആഫാഖിലും അഥവാ നിങ്ങളുടെ ശരീരത്തിലും ശരീരത്തിന് പുറത്തും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു തന്നിരിക്കുന്നു എന്ന്, നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ആയാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ കലിമത്തു ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ വിശദമായ പഠനത്തിലൂടെ അല്ലാഹുവിന്റെ ആയാത്തുകൾ ദർശിക്കുന്ന ഒരു കാഴ്ച ആ സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തന്റെ റബ്ബുമായിട്ടുള്ളൊരു ബന്ധം താൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തമായൊരു ജീവിതം നയിക്കുകയല്ല, മറിച്ച് തന്റെ അല്ലാഹു തആല തന്നെ ജീവിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. തനിക്ക് വേണ്ട ജീവിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പകർന്നു നൽകി എന്റെ നാഥൻ എന്നെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഹയാത്ത്, ജീവനും ഇൽമ്, അറിവും തിരിച്ചറിവും ഉദ്ദേശവും ശക്തിയും ഒക്കെ നൽകി തന്റെ ജീവിതത്തിൽ വേണ്ടതെന്തോ തന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ അവിടെ അള്ളാഹുവിന്റെ നിഅമത്തുകളെ മാത്രം വീക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ആസാറുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകളെ വീക്ഷിക്കുന്ന ഒരു കാഴ്ച ആ സ്വഹാബത്തിന് ലഭിക്കുകയാണ്. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ ഏതൊരു വസ്തുവിലേക്ക് നോക്കിയാലും അവിടെയൊക്കെ അള്ളാഹുവിന്റെ വജ്ഹിനെ, അവന്റെ അഡ്രസ്സിനെ കണ്ടെത്താമെന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ, അങ്ങനെ അള്ളാഹുവിന്റെ അഡ്രസ്സിനെ, അവന്റെ ആയാത്തുകളെ തന്റെ ചുറ്റുഭാഗം ആഫാക്കിൽ ദർശിക്കാനുള്ള ഒരു കാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കലിമയുടെ പഠനത്തിലൂടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അള്ളാഹുവിന്റെ ആയാത്തുകൾ പഠിപ്പിച്ചപ്പോൾ അവർക്ക് അള്ളാഹുവിനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹമായി തീർന്നു. തന്റെ ഉള്ളിലും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ്, അവന്റെ ഔദാര്യം മാത്രമാണ് എന്ന തിരിച്ചറിവുണ്ടായതോടുകൂടി ഈ അക്രമികളായ ദുഷ്ചിന്തകളിൽ ജീവിച്ചുകൊണ്ടിരുന്ന സ്വഹാബത്തിന് അവരുടെ ഉള്ളിൽ അള്ളാഹുവിനോട് ശക്തമായ സ്നേഹമുണ്ടാവുകയാണ്. താൻ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, ഈ ജീവൻ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ ധർമ്മമായി, അനുഗ്രഹമായി അവൻ എനിക്ക് ഈ ജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്ന ഈ കാഴ്ച അല്ലാഹു തആല ഓരോ നിമിഷവും അനുഗ്രഹമായി എനിക്ക് നൽകുന്ന കാഴ്ചയാണ് എന്നുള്ള തിരിച്ചറിവ്, ഇത് അള്ളാഹുവിന്റെ ഒരു ആയാത്താണ്, അടയാളമാണ് എന്ന് അവിടെ ഹൃദയാന്തരാളങ്ങളിൽ മുഴങ്ങി കേൾക്കുകയാണ്. താൻ കേൾക്കുന്ന കേൾവി അള്ളാഹുവിന്റെ അനുഗ്രഹമായവർ മനസ്സിലാക്കുകയാണ്. തന്റെ സംസാരശേഷി, തന്റെ അറിവും ഉദ്ദേശവും കഴിവും സമ്പത്തും ചുറ്റുപാടും അങ്ങനെ അൻഫുസിലും ആഫാക്കിലും അല്ലാഹു തആല നൽകിയതായി എന്തെല്ലാമുണ്ടോ ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് സ്വഹാബത്ത് തിരിച്ചറിയുകയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സദാസമയവും ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിമകളാണ് ഞാൻ എന്ന ബോധം ആ സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതോടുകൂടി അവർക്ക് അള്ളാഹുവിനോട് എന്തെന്നില്ലാത്തൊരു മുഹബ്ബത്ത്, സ്നേഹമുണ്ടാവുകയാണ്. അല്ലാഹു തആലയെ കൊണ്ടാണ് ഞാൻ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അവരുടെ ഉള്ളിൽ അള്ളാഹുവിനോട് എന്തെന്നില്ലാത്തൊരു ഹശിയത്ത്, ഭയം ഉടലെടുക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിനോടുള്ള മുഹബ്ബത്തും അള്ളാഹുവിനോടുള്ള ഹശിയത്തും, അവനോട് ശക്തമായ സ്നേഹവും ശക്തമായ ഭയവും. എന്ത് ഭയമാണ്, എന്ത് സ്നേഹമാണ്!
അവൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു തന്ന് എൻ്റെ കൂടെയായി എന്നെ ജീവിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്. ഞാൻ അവൻ നിരോധിച്ച കാര്യങ്ങളിലേക്ക് നോക്കുമ്പോഴും അവൻ എനിക്ക് കാഴ്ച തന്നുകൊണ്ടേയിരിക്കുന്നവനാണ്. ഞാൻ അവൻ നിരോധിച്ച ഹറാമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അവൻ എൻ്റെ സംസാരശേഷിയെ തടയുന്നില്ല, അവൻ എനിക്ക് സംസാരശേഷി നൽകിക്കൊണ്ടേയിരിക്കുന്നവനാണ്. അവൻ നിരോധിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവൻ എൻ്റെ കേൾവിശക്തിയെ തടയുന്നില്ല, എനിക്ക് കേൾവിശേഷി തന്നുകൊണ്ടേയിരിക്കുന്നവനാണ്. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ അൻഫുസിൽ അടിമുടിയായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയാണ് ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി അള്ളാഹുവിനോട് അവരുടെ ഉള്ളിൽ ശക്തമായ സ്നേഹമായി മാറി. മറുഭാഗത്താകട്ടെ, ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ചുകൊണ്ട്, എന്നെ സ്നേഹിച്ചുകൊണ്ട്, എന്നെ സഹായിച്ചുകൊണ്ട് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബായ അല്ലാഹു തആല അവൻ ഒരിക്കലും എന്നെ വെറുത്തു പോകരുത്, അവനെ വെറുപ്പിക്കുന്ന ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് അള്ളാഹുവിനോടുള്ള ശക്തമായ ഖശിയത്തും ആ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനെ പിടികൂടുകയാണ്. ഇങ്ങനെ അള്ളാഹുവിനോടുള്ള മുഹബ്ബത്തിനാൽ അവർ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. നമസ്കാരം നിർവഹിക്കുന്നത് അള്ളാഹുവിനോടുള്ള മുഹബ്ബത്തിനാൽ, അവർ നോമ്പനുഷ്ഠിക്കുന്നത് അള്ളാഹുവിനോടുള്ള മുഹബ്ബത്തിനാൽ, അവർ നിസ്കരിക്കുക, അവര് ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള മുഹബ്ബത്തിനാൽ. അങ്ങനെ എൻ്റെ ജീവനും ജീവിതവും ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കട്ടെ. എങ്ങനെയാണ് എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന റബ്ബിനെ ഞാൻ തൃപ്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന നന്മയുടെ അന്വേഷണത്തിലായി ആ സ്വഹാബത്തിന് ജീവിക്കാൻ കഴിഞ്ഞു. അവിടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിനോട് ശക്തമായ സ്നേഹമുണ്ടായപ്പോൾ. മറുഭാഗത്ത്, ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന റബ്ബ് ഒരിക്കലും എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് എന്നെ വെറുത്തുകൂടാ എന്നുള്ള ശക്തമായ ഖശിയത്തുണ്ടായപ്പോൾ അവർക്ക് എല്ലാവിധ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നവരായി മാറി. അവർക്ക് പലിശയിൽ നിന്നൊഴിവാകാൻ യാതൊരു പ്രയാസവും ഉണ്ടായില്ല. എൻ്റെ ഈ പ്രവൃത്തി കാരണം ഒരിക്കലും അല്ലാഹു തആല എന്നെ വെറുത്തു പോകരുത്, എനിക്കിവിടെ ലാഭം വരട്ടെ, നഷ്ടം വരട്ടെ, ഞെരുക്കം വരട്ടെ, പ്രയാസമാകട്ടെ, ഒരിക്കലും അല്ലാഹുവിനെ വെറുപ്പിച്ചുകൊണ്ടൊരു പലിശ ഇടപാട് ഞാൻ നടത്തില്ല എന്നുള്ള പ്രതിജ്ഞയാണ് പിന്നെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അല്ലാഹു തആല വെറുക്കുന്ന മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ, ഒരിക്കലും ഇതുപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ വെറുപ്പിച്ചുകൂടാ എന്ന് അല്ലാഹുവിനോടുള്ള ഭയത്തിനാൽ അവർ ലഹരിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകുന്നവരായി മാറി. അങ്ങനെ അല്ലാഹു തആല നിരോധിച്ച ചൂടാട്ടമാവട്ടെ, ലോട്ടറി ആകട്ടെ, അവരുടെ നിത്യജീവിതത്തിന്റെ ഏതൊക്കെ പ്രവർത്തനങ്ങളാകട്ടെ, ഓരോ നിമിഷവും എൻ്റെ റബ്ബിനെ വെറുപ്പിക്കുന്ന ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. കാരണം അവൻ്റെ ഔദാര്യമാണ് ഈ ലോകത്തെ എൻ്റെ ജീവിതം. അവൻ്റെ ഔദാര്യത്തിൽ, അവൻ്റെ ആ സ്നേഹത്തിലായി ഇവിടെ ജീവിച്ചിട്ട് ഒരിക്കലും തന്നെ അവനെ എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവനെ വെറുപ്പിക്കുന്ന ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നുള്ള നിർബന്ധ ബുദ്ധി ആ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ റബ്ബിനെ കുറിച്ച് യാതൊരു തിരിച്ചറിവുമില്ല, നമ്മുടെ അല്ലാഹുവുമായി യാതൊരു മാനസിക ബന്ധവും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നാം ഒരു ഭാഗത്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, നമസ്കാരമോ നോമ്പോ ഇങ്ങനെ ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ശീലമായി അല്ലാഹുവിനോട് യാതൊരു ബന്ധത്തിലോ സ്നേഹത്തിലോ അല്ല നിർവഹിക്കുന്നത്. മറുഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ നിർവഹിക്കുന്നതിൽ നമുക്ക് യാതൊരു മടിയോ ഭയമോ ഇല്ലാതെ നാം അത് നിർബാധം നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും മറുഭാഗത്ത് തെറ്റുകളിൽ വ്യാപൃതരായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ ജീവിതം കണ്ടിട്ട് അല്ലാഹു തആല തന്നെ നമ്മെ വെറുത്തിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹുവിനെ വെറുപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ ഇനി ഈ ജീവിതത്തിന് ശേഷം നമുക്ക് മറ്റൊരു ജീവിതം വരാനിരിക്കുന്നു. ആ സമയത്ത് ഈ റബ്ബിലേക്കാണ് നാം ചെല്ലേണ്ടത്, ആ റബ്ബിന്റെ മുമ്പിലേക്കാണ് നാം എത്തപ്പെടേണ്ടത്. ആ റബ്ബിനെ ഇവിടെ വെറുപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ റബ്ബിന്റെ മുമ്പിൽ പോയി എങ്ങനെയാണ് നാം തലയുയർത്തി നിൽക്കുക? അവൻ തന്ന കാഴ്ച കൊണ്ട് അശ്ലീലതകളും ഹറാമുകളും കണ്ടുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ ഈ കണ്ണുകൊണ്ട് നാളെ എങ്ങനെയാണ് ആ റബ്ബിന്റെ മുഖത്തേക്ക് നാം നോക്കുക? നാം ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെ അല്ലാഹു തആല നമുക്കെല്ലാം കാണാനുള്ള അനുഗ്രഹം ഔദാര്യത്തോടുകൂടി ചെയ്തു തന്നു. ഇവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടി ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും നിങ്ങൾ കണ്ടുകൊള്ളുക. പക്ഷേ നിങ്ങൾ ഒരിക്കലും അന്യ സ്ത്രീയിലേക്ക്
ദുനിയാവിലേക്ക് നോക്കിപ്പോകരുത്. ഇതാണ് അള്ളാഹുവിന്റെ താല്പര്യം. എന്നാൽ നമുക്കിന്ന് പ്രത്യക്ഷത്തിലാകട്ടെ, വീഡിയോയിലാകട്ടെ, ചിത്രത്തിലാകട്ടെ നമ്മുടെ രസം അന്യ സ്ത്രീകളെ കാണുന്നതിൽ മാത്രമായിരിക്കുന്നു. ഇങ്ങനെ അല്ലാഹു തആല നമുക്ക് സംസാരശേഷി തന്നു. നിങ്ങൾ എന്തും സംസാരിച്ചു കൊള്ളുക, പക്ഷേ ഇന്ന കാര്യങ്ങൾ എൻ്റെ ഒരു അടിമയെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ മോശമായി പരദൂഷണോ ഏഷണിയോ പറഞ്ഞു പോകരുത്. നിങ്ങൾ ഒരിക്കലും കളവ് പറഞ്ഞു പോകരുത്. ഇങ്ങനെ ഏതാനും ചില കാര്യങ്ങൾ അല്ലാഹു തആല നിരോധിച്ചു. പക്ഷേ നമുക്കിന്ന് ഈ നാവ് കൊണ്ട് രസം അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെ അവൻ തന്ന സംസാരശേഷി കൊണ്ട്, അവൻ തന്ന കാഴ്ച കൊണ്ട്, അവൻ തന്ന കേൾവി കൊണ്ട്, അവൻ തന്ന ശക്തി കൊണ്ട്, അവൻ തന്ന അറിവ് കൊണ്ട് അവനെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇവിടെ നയിക്കുന്നത് എങ്കിൽ ഇനി നാം അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ട അവസരത്തിൽ എങ്ങനെയാണ് അവന്റെ മുമ്പിൽ നാം തലയുയർത്തി നിൽക്കുക? അന്ന് ഖേദിച്ച് കരയുന്നവരായി മാറും. അതിനു മുമ്പ് ഈ തിരിച്ചറിവ് നാം നേടിയവരായി മാറുക. സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഇങ്ങനെ ആസാറുകളെ സ്വന്തം ശരീരത്തിലും പുറത്തും അല്ലാഹുവിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ നഫ്സുകളെ ശുദ്ധീകരിക്കുക എന്ന പ്രവർത്തനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിർവഹിച്ചത്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ഇങ്ങനെ പ്രവാചകന്മാർ ഈ ലോകത്ത് നിർവഹിച്ച ഒന്നാമത്തെ പ്രവർത്തനമേതോ, അഥവാ ആത്മസംസ്കരണം, നമ്മുടെ നഫ്സുകളെ ശുദ്ധീകരിക്കുക, മനസ്സുകളെ ശുദ്ധീകരിക്കുക എന്ന പ്രവർത്തനം നാം എപ്പോൾ അവഗണിച്ചോ അന്ന് നാം കുറ്റങ്ങളിലും ദോഷങ്ങളിലും വ്യാപൃതരായവരായി മാറി. നമ്മുടെ മക്കളും തലമുറകളും ഇങ്ങനെ കുറ്റങ്ങളിലും ദോഷങ്ങളിലും അധപതിച്ചവരായി മാറി. ഇത് കണ്ടിട്ട് അല്ലാഹു തആല നമ്മെ വെറുക്കുകയും ഈ ലോകത്ത് തന്നെ നിന്യരും നിസാരന്മാരുമായി ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നാം എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ശുദ്ധീകരണം നാം നേടിയെടുത്തവരായി മാറുക. നമ്മുടെ നഫ്സുകളെ നാം ശുദ്ധീകരിക്കുക. അല്ലാഹുവിന്റെ താല്പര്യത്തിലായി നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കാൻ തയ്യാറാവുക. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം അല്ലാഹുവിന്റെ താല്പര്യത്തിലായി ക്രമീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മയും തൃപ്തിപ്പെടും, നമ്മുടെ മക്കളെയും തലമുറകളെയും തൃപ്തിപ്പെടുന്നവരായി സൽവൃദ്ധരായ ഒരു തലമുറ അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇത്തരത്തിൽ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് നാം നയിക്കുന്നത് എങ്കിൽ നാം ഇത്രകാലവും കേട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം കൊണ്ട് നാം ധന്യരായി മാറും. അവരുടെ ഓർമ്മ കൊണ്ട് നാം അനുഗ്രഹീതരായി മാറും. അതല്ല, ഇബ്രാഹിം നബിയുടെ ചരിത്രങ്ങൾ കേട്ടു, മറ്റ് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ കേട്ടു, നാം തോന്നിയതുപോലെ തന്നെ അല്ലാഹുവിനെ വെറുപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഇവിടെ നയിക്കുന്നതെങ്കിൽ അല്ലാഹു തആല നമ്മുടെ മേൽ കോപിക്കുന്നതും ഓരോ ദിവസവും ഒന്നൊന്നായി നമ്മുടെ മേൽ അവൻ ശിക്ഷ ഇറക്കിക്കൊണ്ടേയിരിക്കും. അവൻ ഈ ലോകത്ത് നമ്മെ നിസ്സാരന്മാരും നിന്ദന്മാരുമായി ആക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ മേൽ രോഗങ്ങൾ കൊണ്ട് അവൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ചുറ്റുപാടുകളെ നമുക്കെതിരായിക്കൊണ്ടിരിക്കും. ലോകത്ത് നാം മുസ്ലിമീങ്ങൾ നിന്ദരും നിസ്സാരരുമായി മാറിക്കൊണ്ടിരിക്കും. അതിനുള്ള കാരണം എന്താണ്? നാം നമ്മുടെ നഫ്സുകളെ ശുദ്ധീകരിക്കാൻ തയ്യാറായില്ല. അല്ലാഹു തആലയെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നാം തിരുത്താനും ഒരു ആത്മവിചിന്തനത്തിന് തയ്യാറാകാനും ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നാം തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.